എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും പിന്നെ നമ്മുടെ രാത്രിയിലത്തെ കറിയുമാണ് കേട്ടോ. ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറൊന്നും ഉണ്ടാക്കിയില്ല. തലേ ദിവസത്തെ മീനുണ്ടായിരുന്നു, പിന്നെ ഒരു മെഴുക്കുവരട്ടി അത്ര ഉണ്ടായുള്ളൂ കേട്ടോ. ക്യാബേജ് മെഴുക്കുവരട്ടി അല്ലല്ലോ, തോരൻ, ക്യാബേജ് തോരൻ. അപ്പോൾ നമ്മുടെ കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. കടലക്കറി ഉണ്ടാക്കണ വിധം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നും ചേർത്തിട്ടില്ല. കടലക്കറി റെഡിയായി. അപ്പോൾ അത് എടുത്ത് വയ്ക്കുക. പിന്നെ ഞാൻ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പുട്ടും ചിരട്ടപ്പുട്ട്, പിന്നെ അതുപോലെ തന്നെ ദോശയും ഉണ്ട്. ദോശ കൊച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രണ്ടെണ്ണം അച്ഛനും അമ്മയ്ക്കും വേണ്ടി കൊണ്ട് 2 ദോശ അങ്ങാടും വെക്കും, പുട്ടും വെച്ച്. അപ്പോൾ അതങ്ങനെ. അപ്പം ഇത് സ്കൂളിലോട്ട് കൊണ്ടുപോകാനുള്ള മുട്ട പൊരിച്ചത് കൊണ്ടുപോകും. അവിടുത്തെ കറിയൊന്നും പിടിക്കാറില്ല അത്ര. അതുകൊണ്ടിട്ട് കറി മാത്രം കൊണ്ടുപോകും. ചോറ് സ്കൂളിൽ നിന്ന് കഴിക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ സ്കൂളിലേക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കണേണ്. കൂട്ടുകാരൻ വരാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം ഇതാണ് നമ്മുടെ രാവിലത്തെ വിശേഷം. പിന്നെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഒന്ന് കടയിൽ പോയിട്ടാണ്. കടയിലൊക്കെ പോകണ്ടായിരുന്നു, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് പോകണമായിരുന്നു. അപ്പോൾ ഇപ്പം ഈയിടെയായിട്ട് ഞാൻ പോയി വാങ്ങിക്കാറില്ല. കാരണം ഒന്നാമത്തെ നേരം കിട്ടാറില്ല. പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാനായിട്ട് ഇപ്പം കൈയൊക്കെ ഭയങ്കര വേദന ആയതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് അപ്പം ഞാനിപ്പോൾ വണ്ടി എടുത്ത് അങ്ങനെ പോകാറില്ല. അപ്പോൾ രാത്രി ഒരുമിച്ച് പോയി വാങ്ങിച്ചിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ പോയി വന്നപ്പോൾ നമുക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ പള്ളത്തിയാണ്. ഇത് നല്ല വലിയ പള്ളത്തിയാണ് കേട്ടോ. വലുതെന്ന് പറഞ്ഞാൽ നമുക്ക് വെട്ടാൻ നല്ല സുഖമായിരുന്നു. പിന്നെ അതുപോലെ ഒരുപാട് ദശയൊക്കെ ഉള്ളൊരു പള്ളത്തിയായിരുന്നു കേട്ടോ. അപ്പം അത് കുറച്ച് അത്ര ഫ്രഷായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. കാരണം ഇത്തിരി നമ്മൾ പിടിക്കുമ്പോൾ നമുക്കറിയാമല്ലോ, ഒരു ഇത്തിരി തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും പള്ളത്തി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പൊരിച്ചും കഴിക്കുക, പിന്നെ കറി വെച്ചും കഴിക്കുക. അപ്പം ഞാനിത് തേങ്ങാപ്പാൽ ഒഴിച്ചാണ് കേട്ടോ വെച്ചത്. പ്രത്യേകിച്ച് പറയണമെങ്കിൽ പറയാം. അതായത് ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി ഇടാറില്ല. എനിക്ക് അതിൻ്റെ ടേസ്റ്റിൽ ഇഷ്ടമല്ലാണ്ടാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, പിന്നെന്താണ് വേപ്പില, ഇഞ്ചി, പച്ചമുളക് പറഞ്ഞില്ലേ, അത്രയൊക്കെ ഇട്ടിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ ഒരു ഹാഫ് മതി കേട്ടോ. ഹാഫ് മല്ലിപ്പൊടി, 2 മുളക് പൊടി, അതായത് അത് രണ്ടും 2 തരത്തിലുള്ള മുളക് പൊടിയാണ് കേട്ടോ. പിരിയനും സാധാരണ മുളക് പൊടി, പിന്നെ നമ്മൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി. ഇത്ര ഇട്ട് വഴറ്റിയതിന് ശേഷം കുടംപുളിയുടെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിക്കുകയാണ് ചെയ്യണത്. എന്നിട്ട് തിളച്ച് വരുമ്പോൾ നമ്മുടെ പള്ളത്തി എടുത്തിടും, ഉപ്പിടും, ഇതൊക്കെ ഇട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ പള്ളത്തിക്കറി. പള്ളത്തി തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ ടേസ്റ്റാണ് കേട്ടോ. എനിക്കിഷ്ടമായിരുന്നു. ഇത്തിരി നല്ല തിക്കായിട്ട് നല്ല രസമാണ്. പിന്നെ ഇവിടെ ഇത്തിരി ചാറ് കൂടുതൽ വേണ്ടതും കൊണ്ടിട്ട് നമ്മൾ അധികം അങ്ങോട്ട് വറ്റിച്ചെടുക്കാറില്ല കേട്ടോ. അതായത് നന്നായിട്ട് വറ്റിച്ചെടുക്കാറില്ല. കാരണം ഇവിടെ ചാറ് എല്ലാവർക്കും വേണം. അപ്പോൾ പിന്നെ അതനുസരിച്ച് നമ്മളാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മീനൊക്കെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പള്ളത്തി വറുത്തത് ഇവിടെ പുത്രന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ഇത് കണ്ടപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് വറുത്ത് വെക്കണം കേട്ടാന്ന് പറഞ്ഞു. അപ്പം ഇനി നമ്മൾ ചോറ് തിന്നാൻ പോണേ കേട്ടോ. 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ചോറ് തിന്നിട്ട് ചോറ് തിന്ന് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മുടെ വീഡിയോ തീരും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. നമുക്ക് വേറെ ഇതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്ക് നമ്മൾ എടുക്കാമായിരുന്നു എന്ന് തോന്നുന്നിടത്തൊക്കെ നമ്മൾ എടുക്കാൻ മറന്നു പോകും മൊബൈൽ. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ ഞാൻ ഈ വോയിസ് കൊടുക്കുന്ന ടൈമിൽ നമ്മുടെ ഇവിടെ റോഡിൻ്റെ പണി, അതായത്
നമ്മൾ ഇപ്പോൾ സാധാരണ റോഡ് വീതി കൂട്ടുമല്ലോ ഇത്തിരി, അതായത് നമ്മുടെയൊക്കെ മതിലിൻ്റെ പറ്റയായിട്ട് കൊണ്ടുവന്ന് ടാർ ചെയ്യണ അങ്ങനത്തെ പണി നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഭയങ്കര സൗണ്ട് കേൾക്കണ്ട. അപ്പോൾ ഇതിൽ ചിലപ്പോൾ നമ്മൾ പറയുമ്പോൾ ചിലപ്പോൾ ഇതിൽ ഭയങ്കര നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നാം. അപ്പോൾ ഇത് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഉണ്ടാവും ഈ പണി. അത് വെച്ച് നോക്കുക, അത് നമ്മൾ നോക്കിയിരിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഇന്ന് ഇടാൻ പറ്റില്ല. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിച്ച് ഇത്തിരി ചെറിയ ചെറിയ ശബ്ദമൊക്കെ, അതായത് അധികമായിട്ട് ഇതിലോട്ട് വലിക്കില്ല, എന്നാലും ഒരു കുറച്ചൊക്കെ സൗണ്ട് ഇതിലോട്ട് വരും. എന്നാലും കുഴപ്പമില്ല, നമ്മുടെ വീഡിയോ കറക്റ്റായിട്ട് പോകണമല്ലോ. അപ്പം അതുകൊണ്ടിട്ട് എല്ലാവരും ക്ഷമിക്കുക, സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയുണ്ട്, അത് ചേട്ടന് കൊടുക്കും. ഇനി എൻ്റെ ചോറിൽ ഞാൻ ചോറിൽ തന്നെ മീൻ കറി എല്ലാം ഇടും കേട്ടോ. കറിപ്പാത്രത്തിലാക്കൂല, കാരണം ഞാൻ തന്നെ കഴുകണമല്ലോ ഇതൊക്കെ. അതുകൊണ്ടിട്ട് ഞാൻ വിചാരിക്കും വേണ്ടാന്ന് വിചാരിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ പുതിയ വീഡിയോകളായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക.